ഹലോ മുത്തുമണീസ്, എൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. വരും നമുക്ക് വീട്ടിൽ നല്ലൊരു അൽഫാം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: മല്ലിയില വേണം, തക്കാളി വേണം, വലിയുള്ളി വേണം, പച്ചമുളക് വേണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, ഉപ്പ്, കുരുമുളക് പൊടി, തൈര്, സുർക്ക. പിന്നെ നമുക്കൊരു ചെറിയ അറബിക് മസാല തയ്യാറാക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് ചുവന്ന മുളകാണ് വേണ്ടത്. ചുവന്ന മുളക്, വലിയ ജീരകം, ചെറിയ ജീരകം, പച്ചമല്ലി, ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഓവറായി ചൂടാവാനും പാടില്ല, എന്നാൽ കരിഞ്ഞു പോവാനും പാടില്ല. തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം നമ്മളൊന്ന് ഇളക്കി കൊടുക്കാൻ. അത് നമുക്ക് ഒന്ന് ആയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത അതിലേക്ക് നമുക്ക് ഗരം മസാലയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാല ചേർത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളകും വലിയുള്ളിയും തക്കാളിയും മല്ലിയില എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഞാൻ ചിക്കൻ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആ ചിക്കനിലേക്ക് നമുക്ക് ഈ ആദ്യം എടുത്ത് വെച്ചിട്ടില്ലേ ആ ഒരു ഉപ്പ്, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി അതൊന്ന് നന്നായിട്ട് അതിലിട്ടിട്ട് മൊത്തം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇതിൽ നമുക്ക് സുർക്കയുടെ പകരം നമുക്ക് ചെറിയ നാരങ്ങയില്ലേ, ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കട്ടെ. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാതിരിയാണ്. അതിലേതായാലും ഒരു കുഴപ്പമില്ല, ടേസ്റ്റിലും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതേതായാലും തിരഞ്ഞെടുക്കുക. എനിക്കതിവിടെ ചെറുനാരങ്ങ ഇല്ല, അപ്പോൾ ഞാൻ സുർക്ക വെച്ചിട്ട് ചെയ്തതെന്നുള്ളൂ. അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റ് എല്ലാം ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. ചിക്കൻ്റെ അവിടെ വരഞ്ഞിട്ട് അതിൽ ഉള്ളിലേക്കൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അത് ഒരു 5 മണിക്കൂറെങ്കിലും വെക്കണം. 5 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തതാണ് ഇത്. അതിന് ശേഷം ഞാനിത് പതുക്കെ തീ കുറച്ച് വെച്ചിട്ട്, ഓവർ തീ ആക്കാൻ പാടില്ല, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവും, മസാല വേഗം അടുക്കി പിടിക്കും. അതുകൊണ്ട് നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു ഭാഗം മുരിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലപോലെ പൊടിഞ്ഞു പോവാതെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. പുറത്തുനിന്നൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയി നാളെ കാണാം. ബൈ ബൈ.